കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ന് വരെ കോൺഗ്രസിനെ പോലെ ഭാരവാഹികള് തിങ്ങി നിറഞ്ഞ ഒരു പാർട്ടി ഉണ്ടായിട്ടുണ്ടോ എന്നത് സംശയമാണ്. 58 ജനറൽ സെക്രട്ടറിമാരും 13 വൈസ് പ്രസിഡന്റുമാരുമാണ് KPCCയുടെ പുതിയ ജംബോ കമ്മിറ്റിയിലുള്ളത്. നിലവിലെ 34 അംഗങ്ങളുള്ള രാഷ്ട്രീയകാര്യ സമിതിയിലെ 6 അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിയത് ഇതിനു പുറമെയാണ്. ഇനി KPCC സെക്രട്ടറിമാരുടെ നിയമനം കൂടി വരുന്നതോടെ കോൺഗ്രസ് നേതൃയോഗം ചേരാൻ വേണ്ടിയിട്ട് പുത്തരിക്കണ്ടം മൈതാനത്തെ ആശ്രയിക്കേണ്ട ഗതികേടാണ് വരാൻ പോകുന്നത്. പാർട്ടിയിൽ ഉള്ളവരെല്ലാം നേതാക്കളാകുന്ന അവസ്ഥ അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. KC വേണുഗോപാലിനെതിരായ വിമർശനം ഒഴിവാക്കാൻ ചോദിച്ചവർക്കെല്ലാം സൂപ്പർ ഹൈക്കമാൻഡായ KC തന്നെ ഇടപെട്ട് പദവികൾ നൽകിച്ചിട്ട് പോലും മുരളീധരനും ചാണ്ടിയുമ്മനും ഉൾപ്പെടെ നിരവധി പേരാണ് വിമർശനവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ദേശീയ വക്താവായ ക്ഷമാ മുഹമ്മദ് ഒട്ടും ക്ഷമയില്ലാതെയാണ് തുറന്നടിച്ചിരിക്കുന്നത്. നനഞ്ഞ് വെറുതെയായി എന്ന ക്ഷമയുടെ പ്രതികരണം പദവി മാത്രം ആശ്രയിച്ച് നിൽക്കുന്നവരുടെ ഒരു പാർട്ടി മാത്രമാണ് കോൺഗ്രസ് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. സെമി കേഡർ പാർട്ടിയാകാൻ ഇറങ്ങി തമ്മിലടിച്ച് തീരുന്നതിൻ്റെ എല്ലാ ലക്ഷണവുമാണിപ്പോൾ കോൺഗ്രസ് കാണിച്ചു തുടങ്ങിയിരിക്കുന്നത്. എയും ഐയും മാത്രമല്ല, പഴയ തിരുത്തലും പരത്തലും എല്ലാം KCക്കെതിരെ പുതിയ പോർമുഖം തന്നെയാണ് തുറന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി പദം സ്വപ്നം കണ്ട് പാർട്ടി പിടിക്കാൻ ഇറങ്ങിയ KC ഉപ്പ് വച്ച കാലം പോലെ കോൺഗ്രസിനെ ആക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും നേതാവിനെ അച്ചടക്ക നടപടിയെടുത്ത് പുറത്താക്കിയാലോ, അതല്ലെങ്കിൽ ഏതെങ്കിലും നേതാവ് സ്വയം പുറത്തു പോയാലോ പാർട്ടിക്ക് പരിക്കേൽക്കാതിരിക്കാൻ കോൺഗ്രസ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളല്ലെന്നത് ലീഗ് നേതാക്കളെങ്കിലും രാഹുൽ ഗാന്ധിയോട് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാ. അതല്ലെങ്കിൽ ആ മുന്നണി കൂടിയാണ് തകരുക.